Hi friends, welcome to my channel. Today's topic is articles. Very confusing facts about articles. He goes to dash church every Sunday. നമ്മൾ ഏത് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്? He goes to the church every Sunday. കറക്റ്റാണ്? കറക്റ്റ് അല്ല. കാരണം നമ്മളിവിടെ ചേർച്ചിൽ എല്ലാ ദിവസവും നമ്മൾ പോകുന്നു അല്ലേ? എല്ലാ സൺഡേയും അവൻ എന്ത് ചെയ്യണം? ചർച്ചിൽ പോവുകയാണ്. അത് ഫോർ പ്രയർ പർപ്പസിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ലേ? റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റി. സോ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ആർട്ടിക്കിളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. സോ ഹി ഗോസ് ടു ചർച്ച് എവരി സൺഡേ. ഐ വെന്റ് ടു ഡാഷ് ചർച്ച് ടു സീ മൈ ഫ്രണ്ട്. ഇത് ചർച്ചിലെ പ്രയറിനല്ല പോകുന്നത്, ഫ്രണ്ടിനെ കാണാനാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കല്ലാതെ വരുമ്പോൾ ഐ വെന്റ് ടു ദ ചർച്ച് ആർട്ടിക്കിൾ അവിടെ മസ്റ്റാണ്. ഓക്കെ, ടു സീ മൈ ഫ്രണ്ട്. അപ്പോൾ ഇത് ചർച്ചിൻ്റെ കേസിൽ മാത്രമല്ല, ചർച്ചാണെങ്കിൽ സ്കൂൾ, പ്രിസൺ, ജയിൽ, ഹോസ്പിറ്റൽ, കോളേജിൻ്റെ കേസിലായി. കോളേജിൽ എന്തിനാണ് പോകുന്നത്? സ്റ്റഡി ചെയ്യാനാണ് പോവുകയാണെങ്കിൽ അവിടെ എന്ത് വേണ്ട? ആർട്ടിക്കിൾ വേണ്ട. കോളേജിൽ ഞാൻ പോകുന്നു, ഐ എം ഗോയിങ് ടു ദ കോളേജ് ടു സീ മൈ ഫ്രണ്ട്. അവിടെ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം. ഡാഷ് മിസ്റ്റർ അജിത് ഈസ് വെയിറ്റിംഗ് ഫോർ യു. അപ്പോൾ നമ്മൾ എന്തെഴുതാനാണ് ചാൻസ്? നോ ആർട്ടിക്കിൾ അല്ലേ? ബട്ട് ഇവിടെ മിസ്റ്റർ അജിത് എന്ന് പറയുന്നത് ഹി വാസ് എ സ്ട്രേഞ്ചർ ടു മീ അല്ലേ? അല്ലെങ്കിൽ ഹി ഈസ് എ സ്ട്രേഞ്ചർ ടു മീ. എനിക്ക് മിസ്റ്റർ അജിത്ത് ഒരു സ്ട്രേഞ്ചറാണ്, ഒരു അപരിചിതനാണ്. അപ്പോൾ അങ്ങനെ ഒരു അപരിചിതനെ കുറിച്ച് എന്നോട് പറയുന്നത്. മിസ്റ്റർ അജിത് ഈസ് വെയിറ്റിംഗ് ഫോർ യു. മിസ്റ്റർ അജിത്ത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. സോ മിസ്റ്റർ അജിത് എന്ന് പറയുമ്പോൾ ഏതാ സൗണ്ട് വരുന്നോ? കോൺസണന്റ് സൗണ്ട്. സോ ആർട്ടിക്കിൾ എ. നെക്സ്റ്റ്, ഡാഷ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി ഫോർ ഓൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സാധാരണ മെയിൽസിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി ഫോർ ഓൾ എന്നാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഈ ഒരു മീൽസിനെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ മസ്റ്റായിട്ട് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ദാറ്റ് ഡിന്നർ ദാറ്റ് ഐ ഹാഡ് യെസ്റ്റർഡേ വാസ് നോട്ട് ഗുഡ്. യെസ്റ്റർഡേ ഞാൻ കഴിച്ച ഡിന്നർ ഗുഡ് അല്ല എന്നുള്ള, അതായത് യെസ്റ്റർഡേ കഴിച്ച ഡിന്നർ, ആ ഡിന്നറിനെ സ്പെസിഫൈ ചെയ്ത് പറയും. അപ്പോൾ അവിടെ ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.